السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد النبي الأمي حبيب الله القدر العظيم الجاه وعلى آله وصحبه وسلم تسليما قدر الله في كل وقت وحين. أما بعد, ഏറ്റവും ബഹുമാനമുള്ള മുഅ്മിനുകളെ മുഅ്മിനാത്തുകളെ ഒരുപാട് സുന്നത്ത് നിസ്കാരമെല്ലാം കേട്ട കൈയുടെ പരമാവധി ഇൻഷാ അല്ലാഹ് അതുപോലെ എപ്പോഴെങ്കിലും ഒരു പ്രാവശ്യത്തെ ആവശ്യമില്ല സുന്നത്ത് നിസ്കാരം യാറാക്കിങ് എന്താ അവിടെ സുജൂദ് യാറാക്കൽ കൊണ്ട് അള്ളാഹുമായിട്ട് ഭയങ്കര നിക്കട്ട ഭയങ്കര മുട്ടാവും. അങ്ങനത്തെ നിസ്കാരത്തിൽ വിറ്റ ഒരു നിസ്കാരമായിട്ട് ഗ്രഹണ നിസ്കാരം, അത് സുന്നത്തെ ഗ്രഹണ നിസ്കാരം ഉണ്ട്. അത് സാധാരണ ചന്ദ്രഗ്രഹണ ഗ്രഹണമാണല്ലേ അപ്പോൾ നിസ്കരിക്കുന്ന നിസ്കാരം. അത് ഗ്രഹണമായത് ಖಚಿತೈತೆങ്കിൽ മാത്രം, ഗ്രഹണമായതിൽ ಖಚಿತ ಬಂತೈತೆങ്കിൽ ആ നിസ്കരിക്കൽ സുന്നത്ത്. സൂര്യഗ്രഹണ നിസ്കാരത്തിൽ ഫാത്തിഹ സൂറത്ത് എല്ലാം ഉണ്ടല്ലേ ലോഹർ നിസ്കരിച്ച പോലെ ധനി ചെമ്മ ഉദ്ദാക്കുകയില്ല, താന്നിതിൽ തഗ്ഗിದ ധനിൽ നിസ്കരിക്കണം. ചന്ദ്രഗ്രഹണ നിസ്കാരം ഉണ്ടെങ്കിൽ ജോറിൽ നിസ്കരിക്കണം. ആ നിസ്കാരം 2 റക്അത്ത് ഉണ്ട്. അതിലെന്തൊരു വിശേഷത്തെ പ്രത്യേക, അതിൽ ഗ്രഹണ നിസ്കാരത്തിൽ വിശേഷത്തെ 2 ഖിയാമുണ്ട്, 2 റുക്കു ഉണ്ട്. ഒരു റക്അത്തിൽ എത്ര 2 ഖിയാമ് 2 റുക്കു. അത് അത്ര വിശേഷത്തായിരിക്കണം. ഏതോ അങ്ങനെ ഫാത്തിഹ ഓതൽ പിന്നെ എന്താകണം, നിസ്കാരത്തിൽ കൈ കെട്ടണം. നിസ്കാരത്തിൽ വെച്ചിടണം. സുന്നത്തായ ചന്ദ്രഗ്രഹണ നിസ്കാര അല്ലെങ്കിൽ സൂര്യഗ്രഹണ നിസ്കാര ഞാൻ അള്ളാഹുവായിട്ട് നിസ്കരിക്കട എന്ന് കൈ കെട്ടിയിട്ട് ഫാത്തിഹ ഓതിട്ടാൽ പിന്നെ സൂറത്ത് ഓതണം. ഏത് പണ്ട് അത് റുക്കു പോകണം. പിന്നെ പാഠം വന്നിട്ട് ഫാത്തിഹ ഓതിട്ട് എന്താക്കണം സൂറത്ത് ഓതിട്ട് റുക്കു പോയിട്ട് അങ്ങനെ 2 റക്അത്ത് നിസ്കാര അതേപോലെ നിസ്കരിച്ച് സലാം പിടിച്ച് ചെറിയ കനിഷ്ഠ രൂപത്തിൽ സൂര്യഗ്രഹണ നിസ്കാരം. സാധാരണ സൂര്യ നിസ്കാരം നിസ്കരിക്കുമ്പോൾ നിസ്കരിച്ചിട്ട് സൂര്യഗ്രഹണ നിസ്കാരത്തോ കൂലി പരിപൂർണ്ണ കിട്ടും. ആയെങ്കിലും ഇപ്പോൾ അത് ജമാഅത്തായിട്ട് സാധാരണ ഗ്രഹണ നിസ്കാരമല്ല, ജമാഅത്തായിട്ട് നിസ്കരിക്കാറ്. ജമാഅത്തായിട്ട് നിസ്കാരം ഇല്ലെങ്കിലും ഒറ്റയായിട്ടും അത് നിസ്കരിക്കാം. അപ്പോൾ എന്താ പറയുക, നിയത്ത് വെച്ചിട്ട് വജ്ജഹത്ത് ഓതൽ പിന്നെ ഫാത്തിഹ ഓതണു ഫസ്റ്റ് റക്അത്തിൽ. ഏത് ഗ്രഹണ നിസ്കാരത്തിൽ നിയത്ത് വെച്ചിട്ട് തക്ബീറത്തുൽ ഇഹ്റാം വീട്ടിൽ വജ്ജഹത്ത് ഓതുറോ, പിന്നെ ഓതോട് കൂടി ഫാത്തിഹ സൂറത്ത് ഓതുറോ, സൂറത്തുൽ ബഖറ അത്തര അത് സൂറത്തിൽ 256 ആയത്തുണ്ട്. അത്തര എന്താക്കണം, അത്തര ഖുർആൻ ആയത്ത് ഓതണം. ആ സൂറത്തുൽ ബഖറമയായിട്ടൊന്നുമില്ല, അത് ബണ്ടിലാണ്ടിത് ഏത് സൂറത്തും ഓതാം. മാത്രം അത്തര ഞാറ എന്താക്കണം പരിശുദ്ധ ഖുർആൻ സൂറത്ത് ആയത്തിങ്ങ ഓതണം. പിന്നെ റുക്കു പോണു. പിന്നെ എന്താക്കണു റുക്കുവിൽ പിന്നെ പാടി ഏറ്റിതാൽക്ക് റുക്കു പോയിട്ട് തസ്ബീഹ് ചെയ്യണം. എത്ര തസ്ബീഹ് ഉള്ളൂ? 100 ആയത്ര തസ്ബീഹ് ചെയ്യണം. പിന്നെ ഏൻ ചെയ്തിട്ട് ഫാത്തിഹ ഓതണം. ആല ഇമ്രാൻ സൂറത്ത് ബണ്ടിലാണ്ടിട്ട് അതിൽ കതിർത്ര ഏത് സൂറത്തും ഓതിയിട്ട് എന്താക്കണം ആല സൂറത്ത് ഓതിട്ട് പിന്നെ റുക്കു പോകണം. അവിടെ എന്താക്കണം 100 ആയത്ര കതിർത്ര തസ്ബീഹ് ചെയ്തിട്ട് ഇപ്പോൾ 80 ആയത്ര കതിർത്ര തസ്ബീഹ് ചെന്നിട്ട് പിന്നെ ഈത്തിദാലായിട്ട് 2 സുജൂദ് നിസ്കരിച്ചിട്ട് പിന്നെ പാടി അതേപോലെ എന്താക്കണു ഖിയാമുൽ ഫാത്തിഹ ഓതൽ പിന്നെ സൂറത്തുൻ നിസാ 2ാമത്തെ റക്അത്തിൽ സൂറത്തുൻ നിസാ ബണ്ടിലാണ്ടിത് ಅದರ ಕದರ್ತ್ರ ಏದು ಸೂರತ್ പിന്നെ കുല്ലു ഹുവല്ലാഹു അത്ര എത്ര ദീർഘ നിസ്കാരം. ഒട്ടാരെ സൂര്യഗ്രഹണം തുടങ്ങിയാൽ പിന്നെ ലാസ്റ്റ് ഇക്കടോ ദീർഘമായിട്ട് സൂറത്തുൻ നിസാ ഉണ്ട്. അതേ ഓതുറു. ಅದು ಬಂಡಲೆ ಅದರ ಕದರ್ತ್ರ ಆಯತು ಹೋದರು. ರುಕೂಲ್ ಅದ ಪಡೆದ ಫಸ್ಟ್ ರುಕೂಲು ತಸ್ಬೀಜ್ ಅಂತಾರೆ 100 ರಕಾದ್ರ 100 ಆಯತ್ರ ತಸ್ಬೀ ಅನ್ನ ಭಿನ್ನದಲ್ಲಿ 80 ഇപ്പോൾ 70 ആയത്ര തസ്ബീഹ് ചെല്ലും. പിന്നെ പാടി ചിന്തിട്ട് എന്താക്കണു ഫാത്തിഹ സൂറത്തുൽ മായിദ അത് ബണ്ടിലാണ്ടിട്ട് ಅದರ കതിർത്ര എന്താക്കണു ആയത്ര ഓതുറു. ഏത് സൂറത്ത് വേണേൽ ഓതാം. പിന്നെ റുക്കൂല് 50 ആയത്ര തസ്ബീഹ് ചെന്നിട്ട് ഈത്തിദാലാകൂടെ പിന്നെ സുജൂദാക്കിയിട്ട് സുജൂദിൽ പിന്നെ ബാക്കി തസ്ബീഹ് എല്ലാം അതേപോലെ ചെന്നിട്ട് അത്തഹിയാത്തും സ്വലാത്തും ಓದಿಟ್ಟು ಸಲಾಮ್ ಬಿಟ್ಟು ನಿಸ್ಕಾರ ಐತಿ. ನಿಸ್ಕಾರ ಗ್ರಹಣ ನಿಸ್ಕಾರ
അപ്പോൾ ജമാഅത്തായി നിസ്കരിച്ചിട്ടെങ്കിൽ എനിക്ക് എൻ്റെ ഖുത്ബ ഉണ്ട്. ജമാഅത്തായി നിസ്കരിക്കുന്ന അവിടെ എൻ്റെ ഖുത്ബ ഉസ്താദ് ಹೋದರು. ಅದರ ಎಲ್ಲ ವಿವರಣೆ ಉಸ್ತಾದ್ ಹೇಳ್ದ. ಅದು ಜಮಾತಾಗಿ ಸಾಧಾರಣ ಕೆಮ್ಮೆ പള്ളിയിലെല്ല അനൗൺസ് ആക്കണ്ടാറ് ഗ്രഹണം ഉണ്ടാവും എന്ന് മുന്നാല് കൊന്തായിട്ട് കിടല്ലേ. അപ്പോൾ ഇങ്ങനെ എല്ലാ പള്ളി എത്തുറു പള്ളി നിസ്കരിക്കണ്ട അങ്ങനെ ഇത്തെ അങ്ങനെ ചുരുങ്ങിയ രീതിയിൽ എന്താക്കണം നിസ്കാര ഗ്രഹണ നിസ്കാര നിസ്കരിക്കണം. ഗ്രഹണ നിസ്കാര നിസ്കരിക്കണം. ഇപ്പം ഗ്രഹണ ഉണ്ട് പണ്ട് അള്ളാഹ് റസൂലിൻ്റെ കാലത്തിലായിട്ട് എപ്പോൾ അണ്ട് പിന്നെ അള്ളാഹ് റസൂലിൻ്റെ കിടാവും സയ്യിദന ഇബ്രാഹിം ചൊല്ലുന്ന കിടാവു വഫാത്ത് എൻ്റെ ആയോ അങ്ങനെ ചെന്നാറ് ഭാര്യ ഇബ്രാഹിം അതായത് അള്ളാഹ് റസൂലിൻ്റെ കുഞ്ഞിക്ക് മരിച്ചത് കൊണ്ട് ദുഃഖത്തിൽ സൂര്യഗ്രഹണം ആയിട്ട് എന്ന് ചെന്നാറ്. അപ്പോൾ അള്ളാഹ് റസൂൽ ചെന്ന് ഇല്ല സൂര്യൻ ചന്ദ്രൻ അള്ളാഹുടെ അത് ദൃഷ്ടാന്തങ്ങൾ അത് നിർദ്ദേശനങ്ങൾ അത് അള്ളാഹുടെ ദൃഷ്ടാന്തങ്ങൾ അതുകൊണ്ട് അതാരം മൗത്തുക ഹയാത്തുകായിട്ട് ಗ್ರಹಣ ಅವಡಮೇ ಅಲ್ಲ ಅದು ಗ್ರಹಣ ಐತಿ ನಿಂಗೆ ಎಂದಾಕರು ಅಲ್ಲಾಹ್ ಸ್ಮರಿಕರು ನಿಸ್ಕರಿಕರು ನಿಂಗ നിസ്കരിക്കുക എന്ന് അള്ളാഹ് റസൂലു ചെന്ന് സല്ലല്ലാഹു അതുകൊണ്ട് എന്താക്കുക കൈയുടെ പരമാവധി സൂര്യഗ്രഹണം ചന്ദ്രഗ്രഹണം ആയിട്ടിട്ട് സാധാരണ നിലക്കയറ്റുകൾ നിസ്കരിക്കുക ഇൻഷാ അല്ലാഹ് കൈ ഉണ്ടാക്കുക. ജമാഅത്ത് പല്ലിൽ നിസ്കരിക്കുന്നത് അങ്ങനെ പല്ലല്ലാത്തതുണ്ടെങ്കിൽ ഇപ്പം അങ്ങ് ചെന്ന പോലെ അത് പെണ്ണിങ്ങോ നിസ്കരിക്കുക ആണിങ്ങോ നിസ്കരിക്കുക. ಅಂತೂ ಗ್ರಹಣ ನಿಸ್ಕಾರ ಜಂಡ್ ರಕಾತುಂಡು ಅದ್ರಲ್ಲಿ ಪ್ರತ್ಯೇಕತೆ ವಿಷಯ ಚೆಂದ പോലെ ജണ്ട് ഖിയാമു ജണ്ട് റുക്കൂ ഉണ്ട്. ധാരാളം ആയത്ത് ഓതലും ധാരാളം തസ്ബീഹ് ചൊല്ലലും ആ നിസ്കാരത്തെ പ്രത്യേകതയായിട്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ നിസ്കാര കൈയുടെ പരമാവധി ആയുസ്സിൽ എപ്പോഴെങ്കിലും ഗ്രഹണ ആയപ്പ എല്ലാം നമ്മൾ നിസ്കരിക്കുക. അള്ളാഹു ഭാഗ്യം നൽകുക റഹ്മാനെ. എല്ലാ പ്രവർത്തനം സ്വീകരിക്കും. നമ്മളെല്ലാം ഒന്തിക്കണം. ഇങ്ങനെയാണ് ചന്ദ്രഗ്രഹണ സൂര്യഗ്രഹണം അങ്ങനത്തെ നിസ്കാരമെല്ലാം ഉണ്ട് എന്നെല്ലാം ബോധിക്കണം. അത് നിസ്കരിച്ച് അത് ആയിത്തിൻ്റെ നിസ്കരിക്കും ഇൻഷാ അല്ലാഹ് ഭാഗ്യം ഉണ്ടാവണം. ആ ഭാഗ്യമെല്ലാം അള്ളാഹുവിനെ നീ പ്രദാനം ചെയ്യും റഹ്മാനെ. അതുപോലെ പ്രവർത്തനം നീ സ്വീകരിക്കുക. എല്ലാ ഹസനാത്തിനും നീ സ്വീകരിക്കുക. എല്ലാ സയ്യാത്തിനും നീ മാഫാക്കുക. അല്ലാഹ് ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.